ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ കടന്നുപോയ ഒരു വഴിയെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ വഴി എന്നത് ബന്ധത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പിതാവിലേക്കുള്ള വഴി ഞാനാണ് എന്ന് ഈശോ പറയുമ്പോൾ അതിനനുബന്ധമായിട്ട് ഈശോ തന്നെ കൂട്ടിച്ചേർക്കുന്നത് പിതാവും ഞാനും ഒന്നാണ് എന്നാണ്. വഴി ബന്ധത്തിൻ്റെ ഒരു വലിയ പര്യായമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന യാത്രക്കാരൻ ദൈവാലയവും ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് കച്ചവടത്തിലേക്ക്, ലാഭനഷ്ടങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നവന്റെ പ്രതീകമാണല്ലോ. ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്രയാവുന്ന ശിഷ്യന്മാർ കുരിശിന്റെ സഹനങ്ങളിൽ നിന്നും ഒരു സത്രത്തിന്റെ സുരക്ഷയിലേക്ക് പലായനം ചെയ്യുന്നവരുടെയും പ്രതീകമാണല്ലോ. പ്രിയമുള്ളവരെ, 700 വർഷത്തിന്റെ പഴക്കമുണ്ട് യഹൂദരും സമരിയാക്കാരും തമ്മിലുള്ള അകൽച്ചയ്ക്ക്. ഓരോ യഹൂദനും സമരിയായിലേക്കുള്ള ദൂരമെന്നത് വംശവിദ്വേഷത്തിന്റെ അകൽച്ചയുടെ ഒരു വഴിയാണ്. കാരണം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ അർദ്ധഗോത്രങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്ന എഫ്രായിം, മനാസെ ഗോത്രക്കാർ അസീറിയൻ അധിനിവേശത്തിന് ശേഷം ഗെരിസിം മലയിൽ താമസമുറപ്പിച്ചപ്പോൾ വിജാതീയരോട് ചേർന്നു സ്വന്തമായി ആരാധനാലയം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ മറ്റു 10 ഗോത്രങ്ങൾ അകറ്റി നിർത്തിയ ജനതയാണ് സമരിയക്കാരായി പിന്നീട് അറിയപ്പെടുന്നത്. നാളിതുവരെ സമരിയക്കാരോട് പുനരൈക്യപ്പെടാനോ അവരെ അംഗീകരിക്കാനോ മറ്റു 10 ഗോത്രങ്ങളും തയ്യാറായില്ല. ആ വഴിയെ നടന്ന് 700 വർഷത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളിൽ സ്നേഹത്തിന്റെ ലേപനം പുരട്ടാനാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രമിക്കുന്നത്. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയ ദേശത്തോടും സമരിയാക്കാരോടും ഈശോ പക്ഷപാതപരമായ സ്നേഹം കാണിക്കുന്നത് സുവിശേഷങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ സമരിയായിലൂടെ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവനെ സമരിയാക്കാർ തടയുന്നത് നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോയെ തടഞ്ഞ സമരിയാക്കാരെ ശപിക്കാൻ ഒരുങ്ങിയ യോഹന്നാനെയും യാക്കോബിനെയും ഈശോ ശാസിക്കുന്നത് നാം സുവിശേഷത്തിൽ കാണും. ഈശോ സുഖപ്പെടുത്തിയ 10 കുഷ്ഠരോഗികളിൽ തിരികെ വന്ന് നന്ദി പ്രകാശിപ്പിച്ചത് ഒരു സമരിയക്കാരന് മാത്രമായിരുന്നല്ലോ. അവൻ പറഞ്ഞ നല്ല അയൽക്കാരനെ കുറിച്ചുള്ള കഥയിൽ പുരോഹിതനെയും ലേവായനെയും പിന്തള്ളി നായകസ്ഥാനത്തേക്ക് കടന്നു വന്നത് ഒരു സമരിയക്കാരനാണ്. ഇങ്ങനെ സമരിയാക്കാരോട് പക്ഷപാതപരമായ സ്നേഹം കാണിക്കുന്ന ഈശോയെ ഒടുവിൽ യഹൂദർ തന്നെ വിളിക്കുന്നുണ്ട്, നീ ഒരു സമരിയാക്കാരനാണ്, നിന്നിൽ പിശാചുണ്ട് എന്ന്. അത്രയേറെ സമരിയാക്കാരോട് തന്മയീഭവിച്ച ക്രിസ്തുവിനെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുക. യഹൂദർ 700 വർഷം അകറ്റി നിർത്തിയ ഒരു ജനതയെ തന്റെ ഒറ്റ സന്ദർശനം കൊണ്ട് ഈശോ വീണ്ടെടുക്കുന്നതിനെ, അവരുടെ മുറിവുകളെ ഉണക്കുന്നതിനെ സുവിശേഷം പരിചയപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന്, നമ്മുടെ സ്നേഹവലയങ്ങളിൽ നിന്ന്, നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് നാം ദൂരെ അകറ്റിയ, നാം മനഃപൂർവ്വം മാറി നടക്കുന്ന വഴികളെ ധ്യാനിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം യാക്കോബിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു പാത്രം പായസം കൊടുത്ത് തന്റെ സഹോദരനെ വഞ്ചിച്ച് കടിഞ്ഞൂലവകാശം കരസ്ഥമാക്കുന്ന ചതിയനായ യാക്കോബ് പ്രച്ഛന്ന വേഷം ധരിച്ച് പിതാവിന്റെ അനുഗ്രഹം തട്ടിയെടുക്കുന്നു. തന്റെ അമ്മാവനായ ലാബാനെ കബളിപ്പിച്ച് ആടുമാടുകളെ വർദ്ധിപ്പിച്ച് അനേകം സമ്പത്തുമായി മടങ്ങി വരുന്ന യാക്കോബിനെയാണ് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം പരിചയപ്പെടുത്തുന്നത്. അവിടെ യാബോക്ക് എന്ന പുഴക്കടവിൽ ആ സന്ധിക്ക് അയാൾ ഒറ്റയ്ക്കാവുകയാണ്. തന്റെ ഭാര്യമാരെയും മക്കളെയും സർവ്വസമ്പത്തുക്കളെയും അക്കരെ കടത്തി ആ രാത്രിയിൽ ആ പുഴയുടെ ഇക്കരെ അയാൾ ഒറ്റയ്ക്ക് ചിലവഴിക്കുന്നു. ആ രാത്രി അയാൾക്ക് മൽപ്പിടുത്തത്തിന്റെ രാത്രിയായിരുന്നു. തന്റെ മനസാക്ഷിയുമായുള്ള
ഒരു മൽപ്പിടുത്തത്തിൻ്റെ രാത്രി. താൻ അന്നുവരെ മനസ്സിൽ സ്വരുക്കൂട്ടിയ സകല സ്വാർത്ഥതകളോടും തന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്ന ദൈവിക ചിന്തകളോടുമുള്ള അയാളുടെ മൽപ്പിടുത്തം. ആ പ്രഭാതത്തിൽ യാക്കോബ് പുഴ കടന്ന് തൻ്റെ സഹോദരൻ ഏസാവിനെ കണ്ടുമുട്ടുമ്പോൾ 7 തവണ നിലം പറ്റ വണങ്ങി അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്: അങ്ങയുടെ മുഖം എനിക്ക് ദൈവത്തിൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം മനഃപൂർവ്വം അവഗണിച്ചു കളയുന്ന വഴികളിൽ ദൈവത്തിൻ്റെ മുഖങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട്. വിശ്വപ്രസിദ്ധ നോവലിസ്റ്റായ ഗബ്രിയൽ ഗാർസിയ മർക്കേസ് തൻ്റെ പ്രശസ്ത നോവലായ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ ഇപ്രകാരം പറയുന്നുണ്ട്: 1000 വർഷം നീളുന്ന സൗഹൃദത്തേക്കാൾ അമൂല്യമാണ് ഒരു നിമിഷ നേരത്തെ പിണക്കം തീർക്കലെന്ന്. പ്രിയമുള്ളവരെ, 700 വർഷം നീണ്ടു നിന്ന ഒരകൽച്ചയെ തൻ്റെ ഒറ്റ യാത്ര കൊണ്ട് ക്രിസ്തു പരിഹരിച്ചതുപോലെ ഈ രാത്രി മുഴുവൻ നീളുന്ന ഒരു മൽപ്പിടുത്തത്തിലൂടെ, തൻ്റെ മനസാക്ഷിയോടുള്ള സംവാദത്തിലൂടെ യാക്കോബ് ഏസാവിലേക്കുള്ള ദൂരത്തെ ഇല്ലായ്മ ചെയ്തതുപോലെ നമ്മുടെ ബന്ധങ്ങളിലെ അകൽച്ചകളെ, നാം മനഃപൂർവ്വം അകറ്റി നിർത്തിയ വ്യക്തികളെ ചേർത്ത് പിടിക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. യാബോക്ക് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ശൂന്യമാക്കൽ, ഒഴിവാക്കൽ എന്നൊക്കെയാണ്. എന്നിലെ സ്വാർത്ഥതകളെ, പിടിവാശികളെ, അകൽച്ചകളെ ഒഴിവാക്കാതെ നമുക്കെങ്ങനെയാണ് അനുരഞ്ജനത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരാനാവുക? ഭൂമി ഇപ്രകാരം പറയുന്നുണ്ട്: നാം സ്വീകരിച്ച ഓരോ മുറിവും നമ്മിലേക്ക് പ്രകാശം പ്രവേശിക്കുന്ന ഇടങ്ങളായി മാറുമെന്ന്. നാം സ്വീകരിച്ച ഓരോ മുറിവും നമ്മിലേക്ക് പ്രകാശം കടന്നു വരുന്ന ഇടങ്ങളായി മാറുമെന്ന്. നമുക്ക് ലഭിച്ച മുറിവുകളെക്കാൾ ഉപരി നാം തൈലം പുരട്ടിയ മുറിവുകളെ ധ്യാനിക്കാൻ, അകൽച്ചകളെ പരിഹരിക്കാനുള്ള ഒരു ആഹ്വാനമായി ഇന്നത്തെ സുവിശേഷം മാറട്ടെ.